ശ്രീ മോഹൻ വർഗീസ് ഇവിടെ ഉറപ്പായും ഇതിൽ ഫുൾ പ്രൂഫായ പരിശോധന നടക്കുകയും ചെയ്യും. അതിന്റെ അതെ, ശ്രീ മോഹൻ വർഗീസ് ഫുൾ പ്രൂഫായ പരിശോധന നടക്കുകയും ചെയ്യും. അതിലുപരി നമ്മുടെ ആകാശത്ത് വെച്ചുണ്ടാകുന്ന ഒരു ദുരന്തമാണ് അത് ഉറപ്പായും നമ്മുടെ വ്യോമയാന മേഖലയിൽ, ടൂറിസം മേഖലയിലൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ദൂരവ്യാപക ഇമ്പാക്റ്റുകളെ കുറിച്ചുകൂടി ഒരു ആലോചന ഏത് സമയത്താണ് തുടങ്ങേണ്ടത്? അത് ഉറപ്പായും പക്ഷെ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഉണ്ടാവേണ്ടി വരില്ലേ ശ്രീ മോഹൻ വർഗീസ്? അത് വളരെ നിർണായകമായ ഒരു ആംഗിളാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ വിമാന അപകടത്തിൻ്റെ പിന്നിലെ സാങ്കേതികമായ സാധ്യതകൾ, സാഹചര്യങ്ങൾ എല്ലാം തന്നെ വിശകലനം ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അതിൽ ഒരു ലെവൽ കൂടി മാറിക്കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള മണിക്കൂറുകളിൽ കൂടുതലായി സംസാരിക്കാൻ പോകുന്നത് എയർ സേഫ്റ്റിയെക്കുറിച്ച് മാത്രമായിരിക്കില്ല, മറിച്ച് ഇതുണ്ടാക്കുന്ന ദൂരവ്യാപകമായ ഫലങ്ങളാണ്. അതിലൊന്നാണ് ഇപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ച ഈ വ്യോമയാന രംഗത്തിൻ്റെ സേഫ്റ്റി ഭാരതത്തിൽ എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ചുള്ള ആഗോളതലത്തിലെ ചർച്ചകളുണ്ടാകും. ബോയിങ് വിമാനത്തിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചുണ്ടാകും, അത് സാങ്കേതികമാണ്. പക്ഷേ ഇന്ത്യ വ്യോമ മേഖലയിൽ സുരക്ഷിതമായ ഒരിടമാണോ? വലിയ രീതിയിലാണ് ആഭ്യന്തര വിമാനയാത്രയുടെ പ്രോളിഫറേഷനോ, ഏതാണ്ട് 2 വർഷം കൂടുന്തോറും ഈ ആകാശമാർഗം യാത്ര ചെയ്യുന്നവരുടെ എണ്ണം ഇരട്ടിയാവുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രോളിഫറേഷൻ ഓഫ് എയർ ട്രാവൽ അപ്പോൾ നമ്മുടെ വളരെ സുരക്ഷിതമായ മാർഗമാണ്. കാരണം കരയിലൂടെയും ജലത്തിലൂടെയും യാത്ര ചെയ്യുന്നതിനേക്കാൾ ശതമാനക്കണക്കിൽ നോക്കുമ്പോൾ, ഇൻസിഡൻറ്റിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ വളരെ കുറവ് മിസ്ഹാപ്പ് മാത്രമേ വ്യോമയാന ഗതാഗതത്തിൽ സംഭവിക്കുന്നുള്ളൂ. അതൊരു വസ്തുതയാണ്. അപ്പം സേഫസ്റ്റ് മെത്തേഡാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ വലിയ രീതിയിലുള്ള ലോകമെമ്പാടും ആഗോള ഭീകരത നടമാടി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ വലിയ രീതിയിലുള്ള സെക്യൂരിറ്റി ചെക്കാണ് എയർപോർട്ടിലും ചുറ്റുപാടും നടക്കുന്നത്. ബാഗേജ് ചെക്ക് ആകട്ടെ, എയർപോർട്ടിലെ അനുബന്ധമായ ചെക്കിംഗ് ആകട്ടെ. അതുകൊണ്ട് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള, എല്ലാ സാബട്ടേജ് സാധ്യതകളും, അട്ടിമറി സാധ്യതകളും അടച്ചുകൊണ്ടുള്ള നീക്കമാണ് നടത്തുന്നത്. അതൊരു വശത്ത്. പക്ഷെ മറുവശത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, സൈബർ ബുള്ളിയിങ്. എയർ ഇന്ത്യക്കെതിരെ സംഘടിതമായ ആക്രമണം നടത്തും. അത് ചിലതൊക്കെ പെയ്ഡ് ആക്രമണങ്ങൾ തന്നെയായിരിക്കാം. വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള ചില ഏജൻസികൾ, ചില മറ്റ് എയർലൈനറുകളുടെ ഏജൻസികൾ ഉൾപ്പെടെ ഒരുപക്ഷെ ഈ ബാൻഡ് ബാഗുകളിൽ ചാടിക്കയറി എയർ ഇന്ത്യ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, എയർ ഇന്ത്യ സുരക്ഷിതമായ ഒരു യാത്രാ ഉപാധിയല്ല എന്ന രീതിയിലുള്ള ആക്രമണം നടക്കാം ഒരു വശം. അതിനേക്കാൾ ഭീകരമായ ഒരു കാര്യമാണ് സാധ്യതാപരമായി കുറച്ചു കാലത്തേക്കെങ്കിലും, ഹ്രസ്വകാലത്തേക്കെങ്കിലും മേജർ ടൂർ ഓപ്പറേറ്റേഴ്സ് അവരുടെ ഒരു സേഫ് ഡെസ്റ്റിനേഷൻസ് എന്ന ഇടത്തു നിന്നും ഇന്ത്യയുടെ പൊതുവേ ഉള്ളൊരു റേറ്റിങ്ങിൽ ചെറിയ ഒരു താഴ്ച കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. കാരണം യാത്രക്കാരാണ്. ഇതിനകത്തൊരു 53 ബ്രിട്ടീഷ് യാത്രക്കാരുണ്ടായിരുന്നു, ഒരു കനേഡിയൻ പാസ്പോർട്ട് ഹോൾഡറുണ്ട്, 7 പേര് പോർച്ചുഗീസ് സിറ്റിസൺസാണ്, ബാക്കിയുള്ളവരെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ്. ജീവൻ നഷ്ടപ്പെട്ട 241 പേരാണത്. സാമാന്യം ലോക ആഗോളതലത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യുന്ന ഒരു നമ്പറാണ്, ഒരു ഇൻസിഡൻ്റാണ്. അതുകൊണ്ട് തന്നെ ഈ വിനോദസഞ്ചാര മേഖലയിലേക്കും ബിസിനസ് സംബന്ധമായും ഒക്കെ ഇന്ത്യയിലേക്ക് കടന്നു വരാനുള്ള വിദേശികളുടെ ഒരു താല്പര്യം, അത് ഹ്രസ്വകാല അടിസ്ഥാനത്തിലെങ്കിലും ഒരുപക്ഷെ പുറകോട്ട് പോയേക്കാം. അതൊരു കാര്യം. മറ്റൊരു കാര്യം കൂടിയുണ്ട്, അത് ആഭ്യന്തരമായ ഒരു കാര്യമാണ്. ഇത് സംഭവിച്ചിരിക്കുന്നത് അഹമ്മദാബാദിൽ വെച്ചാണ്. അത് ഒരുപക്ഷെ രാഷ്ട്രീയമായി വളരെ പ്രത്യേകതകളുള്ള സംസ്ഥാനമാണ്. ഗുജറാത്ത് നോർക്കണം, സാമ്പത്തികമായും വലിയ പ്രത്യേകതയുള്ള ഒരു വ്യവസായ സംസ്ഥാനമാണ്. വലിയ രീതിയിലുള്ള നിക്ഷേപ സാധ്യതയുള്ള സംസ്ഥാനമാണ് ഒന്ന്. അവിടെ ഒരു അഭിമാന സ്തംഭം കൂടിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അത് മോദിയുടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതൃ സംസ്ഥാനമാണ്. ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കടന്നു വരുന്ന സ്ഥലമാണ്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനകത്ത് ഒരു രീതിയിലും രാഷ്ട്രീയം തിരുകാനാവില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ചില വ്യോമ ഗതാഗത രംഗത്തെ സേഫ്റ്റിയെക്കുറിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിക്കുമ്പോൾ രാഷ്ട്രീയ വിവാദമായി കൂടി ഇതിനെ ഒരുപക്ഷെ പ്രതിപക്ഷങ്ങൾ ഒരുപക്ഷെ മാറ്റിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം യാതൊരു രീതിയിലും രാഷ്ട്രീയ പ്രേരിതമല്ലാത്ത കാര്യങ്ങൾക്ക് പോലും ഭാരതത്തിൽ രാഷ്ട്രീയം കൽപ്പിച്ച് നൽകുന്ന ഒരു സ്വഭാവം അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഗ്ലോബൽ ലെവലിലുള്ള ഈ സേഫ്റ്റി റേറ്റിങ്ങിൽ
ഒരുപക്ഷെ ഇന്ത്യയുടെ ഒരു വീഴ്ചയല്ല, ഇതൊരു വിമാനത്താവളത്തിൻ്റെ വീഴ്ചയോ ഒന്നും ആയിരിക്കില്ല. ഒരുപക്ഷെ ഒരു ഹ്യൂമൻ എററാകാം, അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും സംഭവിക്കാവുന്ന, ഒരുപക്ഷെ ലാൻഡിംഗ് ഗിയർ ലിഫ്റ്റ് ചെയ്തില്ല എന്ന ഒരു കാരണമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാകാം. ബേർഡ് ഹിറ്റാണ് സംഭവിച്ചത് എങ്കിൽ, ഇനി അങ്ങനെയാണ് അന്തരീക്ഷത്തിൽ ബേർഡ്സ് ഒരുപാട് ഉണ്ടായിരുന്നു. ഹഡ്സൺ റിവർ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് ബേർഡ് ഹിറ്റാണ്. ഒരുപാട് ഡസൻ കണക്കിന് പക്ഷികൾ ആ എഞ്ചിനിലേക്ക് കയറുകയും അത് വലിയ രീതിയിലുള്ള 2 എഞ്ചിന് ഒരേപോലെ സ്റ്റാൾ ചെയ്യുകയും ചെയ്തൊരു അന്തരീക്ഷം ഉണ്ടായി. അതുണ്ടാകാനുള്ള സാധ്യത വിരളമാണെങ്കിലും അങ്ങനെയാണെങ്കിൽ ഒരുപാട് വിരലുകൾ ആ അഡ്മിനിസ്ട്രേഷൻ, സിവിൽ അഡ്മിനിസ്ട്രേഷനെതിരെ ഉയരും, എയർപോർട്ട് അതോറിറ്റിക്കെതിരെ ഉയരും. കാരണം ആ ചുറ്റുപാടും വൃത്തിഹീനമായ അന്തരീക്ഷം ഉണ്ടാകുമ്പോഴാണ് ബേർഡ്സിന് വലിയ രീതിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നൊരു കാര്യം തന്നെയാണ്. അവിടെ ഒരു വീഴ്ച വന്നിട്ടുണ്ടോ അതൊരു സൂചന മാത്രമാണ്. ഇത് അങ്ങനെയാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇതിലേക്കെല്ലാം തന്നെ ആരോപണങ്ങളുടെ ഒരു വലിയ പെരുമഴക്കാലം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ആദ്യ ഘട്ടമെന്ന് പറയുന്നത് ഫ്ലൈറ്റ് റെക്കോർഡർ അല്ലെങ്കിൽ ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കുക, ഇന്റേണലി എയർപോർട്ട് തലത്തിലുള്ള അന്വേഷണം നടക്കുക, പ്രാഥമിക നിഗമനങ്ങളിൽ എത്തുക. അതിൻ്റെ ചുവട് പിടിച്ച് വേണം ഭാവി ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകേണ്ടതും. ഇങ്ങനെയുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സിവിൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്ത്, എയർപോർട്ട് അതോറിറ്റിയുടെ ഭാഗത്ത്, അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഗുജറാത്തിൻ്റെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ. അപ്പോൾ ഇത് ഈ ഓരോ അപകടവും ഇനി നടക്കാൻ സാധ്യതയുള്ള അപകടങ്ങളെ ഒഴിവാക്കാനുള്ള പാഠശാലകൾ കൂടിയാകണം, പഠനവേദി കൂടിയാകണം. അതുകൊണ്ട് തീർച്ചയായും കുറ്റങ്ങൾ കണ്ടെത്തുന്നതും ആരെയെങ്കിലും ക്രൂശിക്കുന്നതും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെ വളരെ സുതാര്യമായ അന്വേഷണം നടത്തേണ്ട ആവശ്യകത കൂടിയാണ് ഹാഷ്മി ഇത് തെളിയിക്കുന്നത്. അതോടൊപ്പം ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറുകൾ അല്ലെങ്കിൽ ബ്ലാക്ക് ബോക്സ് അടക്കമുള്ളവ കണ്ടുകിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ക്യാപ്റ്റൻ പ്രസന്നകുമാർ അടക്കമുള്ളവർ പറയുന്നത് അത് ആ ശുഭപ്രതീക്ഷയാണ്. കാര്യം അതിന്റെ ബാക്ക് വാൽ ഭാഗമൊക്കെ ഇൻടാക്റ്റായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് കിട്ടുമെന്ന പ്രതീക്ഷ തന്നെയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായി തന്നെ ശാസ്ത്രീയമായി തന്നെ നമുക്ക് മനസ്സിലാക്കാനും കഴിയും.